അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാലുവല്ല ചൂരല്ല. പിണറായി വരുമെന്ന് പറഞ്ഞാൽ NDA എന്ന് പറയുന്നത് LDFിൻ്റെ ഐശ്വര്യമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇദ്ദേഹം ജയിച്ചതെങ്ങനെയാണ്? ഈ പറയുന്ന ഉദാഹരണത്തിൽ ഞാൻ 2 സ്ഥലങ്ങൾ പറയാം. നമ്മുടെ ടീച്ചറുണ്ടല്ലോ, ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ മറന്നു ഇവിടുന്നല്ലേ ജയിച്ചിരിക്കുന്നത്, പിന്നെ തൃശ്ശൂരുള്ള ഇരിങ്ങാലക്കുട പണ്ട് ആരാ ജയിച്ചിട്ടുണ്ടെന്നത്? ഉണ്ണിയാടനല്ലേ. ആ ഉണ്ണിയാടൻ എങ്ങനെ തോറ്റു? അവിടുത്തെ ഇരിങ്ങാലക്കുട SNDPയുടെ പ്രസിഡന്റായിരുന്ന സന്തോഷ് ആണ് ആദ്യം BJP സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിച്ച് 28,000 വോട്ട് മേടിച്ച്. അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അവിടെ ഒരു അധ്യാപകൻ, ഞങ്ങളുടെ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം ജയിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സന്തോഷം മാറ്റി BJPയിലെ ഒരു ഉന്നതനായ ആൾ അവിടെ ഒന്ന് മത്സരിച്ചു. അയാൾ 30,000 മേലോട്ട് പിടിച്ചു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ടീച്ചർ ജയിച്ചു, മന്ത്രിയായി. അപ്പോൾ ആ ത്രികോണ മത്സരത്തിൻ്റെ പ്രയോജനം ആർക്കെല്ലാം കിട്ടുന്നു? പലർക്കും കിട്ടുന്നില്ലേ? ജോയി എങ്ങനെ ജയിക്കുന്നു? വർക്കല ത്രികോണ മത്സരമല്ലേ? BDJS അല്ലേ വേറൊരു ഐശ്വര്യം? സജിച്ചറിയാൻ നിങ്ങൾ ചെങ്ങന്നൂർ നോക്കൂ. ഈ ചെങ്ങന്നൂർ പണ്ട് കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന സ്ഥലമല്ലേ? ആ സ്ഥലത്ത് എങ്ങനെ സജിച്ചറിയാൻ ജയിച്ചു? ഈ ത്രികോണ മത്സരം വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചും രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. ആരും രണ്ടാമതും വരും, മൂന്നാമത് ഇടതുപക്ഷം വരുമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഈ ത്രികോണ മത്സരങ്ങൾ എപ്പോഴും തന്നെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാണ്. അതുകൊണ്ട് 3ാം തവണയും അവർക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇവിടെ വളർന്നു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. BDJS അതിൽപ്പെട്ട ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്. NDA എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് ഓരോ പ്രാവശ്യം അല്പം BJPക്കാണ് വളർച്ച. ആ പെർസെൻറ്റേജ് വളരുമ്പോൾ ആ വോട്ട് പോകുന്നത് LDFിൻ്റെ അല്ല. ചെറിയ പെർസെൻറ്റേജ് LDFിൻ്റെ പോകുമെങ്കിലും മഹാഭൂരിപക്ഷം പോകുന്നത് UDFിൻ്റെ വോട്ടാണ് പോകുന്നത്. ആ UDFിൻ്റെ വോട്ട് പോകും എപ്പോഴും LDFിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കുറേ വോട്ടുണ്ട്. അതവിടെ നിൽക്കും. അല്പം ചോർന്നു പോയാലും അതിനേക്കാൾ കൂടുതൽ ചോർച്ച UDFിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3ാമതും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. എനിക്ക് ആ ജോലിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ നീക്കാനോ ഉള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയില്ല. അതിന് എനിക്ക് ഇതിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ടപ്പാ എന്തോ ഇല്ല വയ്ക്കല്ല. കാരണം ഇതിനകത്ത് എല്ലാ പാർട്ടിയും ഉണ്ടപ്പാ. നിങ്ങൾ നോക്ക്, താഴെത്തട്ട് നോക്കുക, ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാരൊക്കെ നോക്കുകയാണെങ്കിൽ അത് മഹാഭൂരിപക്ഷത്തിൽ LDF ചിന്താഗതിക്കാരാണ്. അതിലോട്ട് പോയി അത് BJPക്കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്. മുകളിട്ട് ചെന്നാൽ ഇത്തിരി കൂടെ അതിനെ കൂടുതൽ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയും നക്സൽ തൊട്ട് കേരള കോൺഗ്രസും ലീഗിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ പോലും ഇതിനകത്ത് മെമ്പറായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയും ചേർന്നതാണ് SNDP. SNDP യോഗത്തിന് പാർട്ടിയില്ല. ഇതൊരു സമുദായ സംഘടന, സാമൂഹ്യ നീതി നടണം. ഞങ്ങളെല്ലാം ലക്ഷ്യം, ഞാനൊരു പാർട്ടിയുടെയും വിധേയതല്ല. എനിക്കൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുണ്ട്. ആ സോഷ്യലിസ്റ്റ് ചിന്താഗതി കൊണ്ട് ഉണപ്പാക്കണം എന്നുള്ളതല്ലാതെ ആരുടെ അധികാരങ്ങൾ, മുസ്ലിമിൻ്റെ അധികാരം വേണമെന്നോ കേരള കോൺഗ്രസിൻ്റെ വേണമെന്നോ ഒന്നുമില്ല. ഇവിടെ സാമൂഹ്യ നീതി നടപ്പാക്കാൻ, സോഷ്യലിസം നടപ്പാക്കാൻ ഉള്ള ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ വിരൽ ചൂണ്ടും. അതിൻ്റെ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കിട്ട് ആയിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ലീഗിനായിരിക്കാം, അതല്ല ഇടതുപക്ഷത്തിനായിരിക്കാം. അത് പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാനൊരു നിലപാടില്ലാത്തവനാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്കേ നിലപാടുള്ളൂ. രാഷ്ട്രീയക്കാർ നിലപാടിങ്ങനെ മാറി മാറി പോവുകയല്ലേ. അവിടെ ഐക്യം തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ ഇവരെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് കെട്ടിപ്പിടിച്ച് നടക്കണ കാണുമ്പോഴല്ലേ. അഖിലേന്ത്യാ ലെവലിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നല്ലേ, ഇവിടെ രണ്ടും കൂടെ കത്തി കുന്തം വലിക്കുകയല്ലേ. അപ്പോൾ ഈ ആദർശം എന്ന് പറഞ്ഞാൽ എനിക്കേ ഉള്ളു. ഞാൻ പറഞ്ഞതാണ് ആദർശം. കാരണം ഞാൻ പ്രശ്നാധിഷ്ഠിതമായിട്ട് ഉള്ള സത്യങ്ങൾ സത്യമായി പറയും. ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് എന്തുകൊണ്ട് സംരക്ഷണം കൊടുക്കുന്നില്ല? ഭരണക്കാർ എന്തുകൊണ്ട് കിറ്റ് കൊടുത്തില്ല, പെൻഷൻ കൊടുത്തില്ല?
അവരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കുന്നില്ല. അധികാരത്തിലുള്ള പങ്കാളിത്തം എന്തേ അവർക്ക് വേണ്ടത്ര പരിഗണിക്കാത്തത്? പാർട്ടി തലങ്ങളിലുള്ള പരിഗണനയും അവർക്ക് വളരെ കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ ഞാൻ തുറന്നു പറയുമ്പോൾ അതെൻ്റെ കടമയാണ്. ഞാൻ ഇരിക്കുന്ന കസേരയോട് ഞാൻ നീതി പുറത്തണം. അത് പറയുമ്പോൾ എന്നെ വർഗീയവാദിയായിട്ടാണ് കാണേണ്ടത്. സാമൂഹ്യ നീതി സമവാക്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.